നാളെ കേരള സർക്കാർ ഒരു ധവളപത്രം പുറത്തിറക്കുകയാണ്. പക്ഷേ ഈ ധവളപത്രം കേരളത്തിൻ്റെ ഒരു പ്രശ്നവും പരിഹരിക്കില്ല. ₹1 പെൻഷൻ കൂട്ടില്ല, ₹1 നികുതി കുറയ്ക്കില്ല. പിന്നെ എന്തിനാണ് ഈ ധവളപത്രം? കേരളം കടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. പെൻഷൻ കുടിശ്ശികയുണ്ടെന്നും അറിയാം. അതുപോലെ തന്നെ KSRTC, KSEB ഇതെല്ലാം നഷ്ടത്തിലാണെന്നറിയാം. പിന്നെ എന്താകും ഈ ധവളപത്രത്തിൽ പുതുതായിട്ട് പറയാൻ പോകുന്നത്? 2016 തോമസ് ഐസക് ഇതേപോലൊരു ധവളപത്രം ഇറക്കിയപ്പോൾ അന്ന് ഇതേ കോൺഗ്രസ് അത് തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാ 2026 VD സതീശനാണ് ധവളപത്രം ഇറക്കാൻ പോകുന്നത്. സ്വാഭാവികമല്ലേ LDF അതിനെ തള്ളിക്കളയും. പിന്നെ എന്തിനാണ് ഈ ധവളപത്രം? ഇതൊരു രാഷ്ട്രീയ രേഖയാണ്, അല്ലാതെ ഇതൊരു സാമ്പത്തിക രേഖ മാത്രമല്ല. അതിലുപരി വരാനിരിക്കുന്ന തീരുമാനങ്ങൾക്കുള്ള ഒരു രാഷ്ട്രീയ ആമുഖം കൂടിയാണ്. നാളെ ചില വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ വൈകിയാൽ, അല്ലെങ്കിൽ ചില ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ട് വന്നാൽ, നാളെ നികുതി കുറയ്ക്കാൻ കഴിയില്ല എന്ന് ഈ സർക്കാർ പറഞ്ഞാൽ, അല്ലെങ്കിൽ നാളെ ഇന്ധനവിലയിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതിനുള്ള കാരണങ്ങൾ മുൻകൂട്ടി ജനങ്ങളോട് പറയാനുള്ള ഒരു രേഖയായിട്ടാണ് ഈ ധവളപത്രം മാറുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ധവളപത്രം കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പറയുന്ന ഒരു രേഖ മാത്രമല്ല, അടുത്ത 5 വർഷത്തിൽ ഈ സർക്കാർ പറയാൻ പോകുന്ന ന്യായീകരണങ്ങളുടെ ആദ്യത്തെ അധ്യായം കൂടിയാണിത്. അപ്പോൾ ചോദ്യം ഇതാണ്, ധവളപത്രത്തിൽ എന്തുണ്ട് എന്നല്ല, ധവളപത്രത്തിന് ശേഷം എന്താണ് വരാൻ പോകുന്നത് എന്നാണ്. 2016 തോമസ് ഐസക് ധവളപത്രം അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ ആമുഖം തന്നെ ഒരു കാര്യമായിരുന്നു. മുൻ UDF സർക്കാർ കേരളത്തിന് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് ബാക്കി വെച്ചതെന്ന് തെളിയിക്കാനായിരുന്നു ആ ധവളപത്രത്തിൻ്റെ ശ്രമം. 2026 ഇനി VD സതീശൻ അവതരിപ്പിക്കാൻ പോകുന്ന ധവളപത്രത്തിൻ്റെ അടിസ്ഥാനവും ഇതേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ വരാനാണ് സാധ്യത. അതിനുള്ളിൽ എന്തൊക്കെയായിരിക്കും? KSRTCയുടെ കടങ്ങളുണ്ടാകും, KSEBയുടെ ബാധ്യതയെക്കുറിച്ച് പറയും, കിഫ്ബിയുടെ കുറേ കടങ്ങളെക്കുറിച്ച് വിശദീകരിക്കും, പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് പറയും, അതുപോലെ തന്നെ സപ്ലൈകോയുടെ പ്രതിസന്ധിയെക്കുറിച്ച് പറയും, ട്രഷറിയുടെ സമ്മർദ്ദവും പറയും. അങ്ങനെ അവസാനം സംസ്ഥാനം ആകെ കടത്തിലാണെന്ന് പറയും. ഇതിനെല്ലാം കുറേ കണക്കുകളും രേഖകളും കൂടി അവതരിപ്പിക്കും. ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്. കേരളം കടത്തിലാണെന്ന് ഇന്ന് ജനിച്ച കുഞ്ഞിന് പോലും അറിയാം. ജനങ്ങൾക്കറിയേണ്ടത് ഈ കടത്തിൽ നിന്ന് കേരളത്തിന് നിങ്ങളെങ്ങനെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. KSRTCയുടെ നഷ്ടം നിങ്ങളെങ്ങനെ തീർക്കുമെന്നാണ്. അതുപോലെ KSEBയുടെ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്നും ഇതാണ് ജനങ്ങൾക്കറിയേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങൾക്ക് കിട്ടിയതൊരു മോശം അവസ്ഥയിലാണ്, മുൻ സർക്കാർ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാക്കിയിട്ട് പോയിട്ടുള്ളത്, ഇത് കേൾക്കാനല്ല കേരളത്തിലെ ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പ്രശ്നങ്ങൾ പറയാൻ പ്രതിപക്ഷമുണ്ടല്ലോ, അവർ ആ ജോലി ചെയ്തോളും. പക്ഷേ ഒരു സർക്കാരിൻ്റെ ജോലി പ്രശ്നങ്ങൾ വിവരിക്കുകയല്ല, ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടത് ധവളപത്രമല്ല, പരിഹാരമാണ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ധവളപത്രം ഇറക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ ധവളപത്രം നാളെ കേരളത്തിന് ആവശ്യമായ വികസനങ്ങൾ മാറ്റിവെക്കാനുള്ള ഒരു കാരണമായി മാറരുത്. ആ ധവളപത്രം പുതിയ പദ്ധതികൾ വേണ്ട എന്ന് വെക്കാനുള്ള ന്യായീകരണമായി മാറരുത്. ആ ധവളപത്രം തിരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു മറയായി മാറരുത്. കാരണം ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ കണക്കുകൾ കാണിക്കാനല്ല, അടുത്ത 5 വർഷം നിങ്ങൾ എങ്ങനെ ഈ കേരളത്തിന് മാറ്റുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ധവളപത്രം ഒരു തുടക്കമാകാം, പക്ഷേ അതൊരു അവസാനത്തെ ന്യായീകരണമായി മാറരുത്. കേരളം ചോദിക്കുന്നത് ഇന്നലെയെക്കുറിച്ചല്ല, നാളെക്കുറിച്ചാണ്. അതിനാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ തെറ്റുകൾ പറയുന്നതിനേക്കാൾ അടുത്ത 5 വർഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ജനങ്ങൾ നോക്കുന്നത്.